ഞാനിന്ന് എനിക്ക് പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരെ കാണാൻ പോവാണ് കേട്ടോ. ആരൊക്കെയാന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നാൾ മുന്നിലേക്ക് പോകേണ്ടി വരും. അങ്ങ് പണ്ട് 2019 ഞാൻ എൻ്റെ ബിടെക്കൊക്കെ കഴിഞ്ഞ് ഏവിയേഷൻ്റെ 1 ഇയർ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചിയിലേക്ക് വരുന്ന കാലഘട്ടം. ഇവിടെ എത്തി ക്ലാസ് ചേർന്നപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയായിരുന്നു. നമ്മളൊക്കെ അത്യാവശ്യം അടിച്ചു പൊളിച്ച് നല്ല ജെല്ലായി വന്നപ്പോഴേക്കും ദേ വരുന്നു കൊറോണ. പോയില്ലേ? അങ്ങനെ എല്ലാവരും പല വഴിക്ക് പിരിഞ്ഞ് അവരവരുടെ നാടുകളിലേക്ക് പോയി. കൊച്ചിയൊക്കെ വല്ലാണ്ടങ്ങ് മിസ് ചെയ്തു. നമുക്ക് ശരിക്കും പറഞ്ഞൊരു പ്രോപ്പർ ഗുഡ് ബൈ പറയാൻ പോലുമുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവർ 3 പേരും ഹൈദരാബാദിലൊരു കല്യാണം കൂടാൻ പോയി തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ. അപ്പോഴാണ് എന്നെ വിളിച്ചിട്ട് ഇന്ന് കൊച്ചിയിലെത്തി നമുക്ക് മീറ്റ് ചെയ്താലോ എന്ന് ചോദിച്ചത്. മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത സ്പോട്ട് പത്തടിപ്പാലത്തുള്ള ഇല റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നല്ല ഫേമസ് റെസ്റ്റോറൻ്റാണ്. സെലിബ്രിറ്റീസൊക്കെ വന്ന് കഴിക്കാറുള്ളതാണ്. അപ്പോൾ കേരള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മളിത് പ്രിഫർ ചെയ്തത്. ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്. പക്ഷേ ഇതിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതിലും സൂപ്പർ ഫുഡ് കിട്ടുന്ന പല സ്പോട്ട്സും കൊച്ചിയിലുണ്ട്. സോ കുറച്ച് ഓവർ റേറ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ അഭിപ്രായമാണ് കേട്ടോ. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ലുലു മോളിലേക്കാണ്. വേറൊന്നിനുമല്ല, കുറച്ച് നേരം സമാധാനമായിട്ട് പോയി എവിടെയെങ്കിലും ഒന്നിരിക്കണം. പിന്നെ കുറച്ചൊന്നും അല്ലല്ലോ, 6 വർഷത്തെ കഥകൾ പറഞ്ഞു തീർക്കാനില്ലേ. അന്ന് ഏവിയേഷൻ പഠിക്കാൻ വന്ന വെറും 22ഉം 23ഉം വയസ്സൊക്കെയുള്ള ആൾക്കാർക്ക് ഇന്ന് എന്തോരം മാറ്റങ്ങൾ വന്നു. ഇന്ന് എവിടെയൊക്കെയാണ് എല്ലാവരും എത്തി നിൽക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയണമല്ലോ. അങ്ങനെ നമ്മൾ സ്വസ്ഥമായി 5 മണിവരെ അവിടെ ഇരുന്ന് കഥകൾ പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ വൈറ്റില ഹബ്ബിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് പല വഴിക്കായിട്ട് എല്ലാവർക്കും പോകണം. ഒരു ചായയൊക്കെ കുടിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവർക്കും ഒന്ന് പിരിയാന്ന് കരുതി സലിജിതയ്ക്ക് തലയോലപ്പറമ്പിലേക്കും വിനോദേട്ടന് മാവേലിക്കരയ്ക്കും നദീറിന് മലപ്പുറത്തേക്കും പിന്നെ എനിക്ക് എൻ്റെ റൂമിലേക്ക് എത്തണം കേട്ടോ. ഉടനെ തന്നെ ഒന്നും കൂടി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടണം, നമ്മൾ പഠിച്ച സ്ഥലത്തേക്കൊക്കെ ഒന്നും കൂടി നമുക്ക് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ കൂടിക്കാഴ്ച നമ്മൾ അവസാനിപ്പിച്ചത് കേട്ടോ.